വാഗ്നർ ഗ്രൂപ്പ് വെനിസുലയെ സഹായിക്കുമോ എന്ന് അമേരിക്ക ഭയപ്പെടുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ വിഭാഗം ഏറെക്കുറെ റഷ്യയുമായിട്ട് സഹകരിച്ച് നിന്ന സൈനിക ട്രൂപ്പായിരുന്നു. 1990 കാലങ്ങളിലാണ് റഷ്യയുടെ പ്രസിഡൻ്റായിരുന്ന വ്ളാഡിമിർ പുടിനുമായി വലിയ രീതിയിലുള്ള ബന്ധം പ്രകോഷൻ ഉണ്ടാക്കുന്നത്. അതിൻ്റെ തുടർച്ചയായ രീതിയിലാണ് ഒരു സൈനിക ട്രൂപ്പായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അത് മാറിയിരിക്കുന്നത് എന്നാണ്. അതായത് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ പേഴ്സണൽ ട്രൂപ്പായിട്ട് വാഗ്നർ ഗ്രൂപ്പ് മാറിയത് ഈ കാലഘട്ടത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ഈ പുടിൻ്റെ കുക്കായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. വലിയ സുഹൃത്തും വലിയ ബന്ധങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ സൈനിക വിഭാഗമായിട്ട് അത് പരിണമിക്കുകയും എല്ലാവിധ സഹായങ്ങളും പുടിൻ ചെയ്തു കൊടുക്കുകയും ചെയ്തു. ധനസഹായം, രാഷ്ട്രീയ നിയന്ത്രണങ്ങൾ, സാമ്പത്തിക പിന്തുണ, പിന്നീട് ആവശ്യമായി വന്നിരിക്കുന്ന മറ്റെല്ലാ രീതിയിലുള്ള സഹായങ്ങളും നിഴൽ സൈന്യമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതായിരുന്നു നിർദ്ദേശം. പുടിനുമായി എല്ലാ സമയത്തും ചേർന്ന് നിൽക്കുന്ന വ്യക്തിയായിരുന്നു ഈ പ്രകോഷൻ എന്ന് പറയുന്ന വിഭാഗം. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് സൈനിക ട്രൂപ്പായിട്ട് ഈ വാഗ്നർ ഗ്രൂപ്പ് മാറിയത്. ഏകദേശം 25,000-ഓളം സൈനികരെങ്കിലും ഒരു വേള സംഘടിപ്പിക്കാൻ വേണ്ടി സാധിച്ചു. ലിബിയ, ആഫ്രിക്ക, മാലി എന്നിവിടങ്ങളിലെല്ലാം റഷ്യയുടെ താല്പര്യത്തിനനുസരിച്ച് നീങ്ങാൻ വേണ്ടി വാഗ്നർ ഗ്രൂപ്പിനെ വേണ്ട വിധം റഷ്യയുടെ പ്രസിഡന്റ് ഉപയോഗിക്കുകയും ചെയ്തു. എന്നാൽ 2023 കാലഘട്ടത്തിൽ, അതായത് ഓഗസ്റ്റിൽ വലിയ വിഷയങ്ങൾ പുടിനും ട്രംപുമായിട്ടുണ്ടായി. അത് ഈ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ഇടപെടലാണ്. ഉക്രൈനിലേക്ക് ആദ്യം തന്നെ ഉക്രൈനെ പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് സൈനിക വിഭാഗത്തെ പുടിൻ അയച്ചത് വാഗ്നർ ഗ്രൂപ്പായിരുന്നു. 2 റിപ്പോർട്ട് അതിൽ പറയുന്നുണ്ട്. ഒന്ന് വാഗ്നർ ഗ്രൂപ്പിനാണ് അയച്ചത് എന്ന് പറയുന്നു. 2 റഷ്യയുടെ സൈനികരോടൊപ്പം വാഗ്നർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു എന്നും പറയുന്നു. ഏതായിരുന്നാലും മാരകമായിരുന്ന യുദ്ധമുഖത്ത് മുഖാമുഖം ഏറ്റുമുട്ടിയത് വാഗ്നർ ഗ്രൂപ്പ് ആയിരുന്നു എന്ന് ആ കാലത്തിലൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. പിന്നീട് വാഗ്നർ ഗ്രൂപ്പും റഷ്യയുടെ സൈനികരും തമ്മിൽ ഉടക്കി വലിയ വിഷയങ്ങളുണ്ടായി. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടിനടുത്തേക്ക് കാര്യങ്ങളെത്തി. അതിന് വാഗ്നർ ഗ്രൂപ്പിൻ്റെ തലവൻ പ്രകോഷൻ പറഞ്ഞിരിക്കുന്ന കാര്യം, ഉക്രൈനുമായി ഏറ്റുമുട്ടാൻ വേണ്ട വിധം ആയുധങ്ങൾ റഷ്യയുടെ സൈനികർക്ക് നൽകുന്ന വിധം റഷ്യയുടെ സൈനിക മേധാവികൾ തങ്ങൾക്ക് നൽകുന്നില്ല. ആയതിനാൽ മരണപ്പെടുന്നതെല്ലാം വാഗ്നർ ഗ്രൂപ്പിൻ്റെ വിഭാഗമാണ്. ആയതിനാൽ തങ്ങൾക്ക് ആയുധങ്ങൾ നൽകണം, അല്ലെങ്കിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾ സഹകരിക്കില്ല എന്നൊക്കെ പറഞ്ഞു. സഹകരിക്കാതിരിക്കുന്ന സമയത്ത് ഉക്രൈന് ആക്രമിക്കാൻ എളുപ്പമായി. അങ്ങനെ മരണങ്ങൾ പിന്നെയും നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഈ സൈനികരും തമ്മിൽ വിഷയങ്ങൾ ഉണ്ടാകുന്നു. ആ സൈന്യത്തോടൊപ്പം റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നിൽക്കുന്നു. പ്രകോഷൻ ഏറെക്കുറെ ഒഴിവാക്കുന്ന സ്ഥിതി വരുന്നു. അങ്ങനെ റഷ്യയുടെ തലസ്ഥാനമായിരിക്കുന്ന മോസ്കോ പിടിച്ചെടുക്കാൻ വേണ്ടി ഉക്രൈനിൽ നിന്ന് വേർപിരിഞ്ഞുകൊണ്ട് ഈ പറയപ്പെട്ട പ്രകോഷൻ്റെ വാഗ്നർ ഗ്രൂപ്പ് ഈ തലസ്ഥാന നഗരിയിലേക്ക് മാർച്ച് നടത്തി. അതോടുകൂടി അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിൽ അത് ചർച്ച വന്നു. ഈ റഷ്യയുടെ തലസ്ഥാന നഗരി കീഴടക്കാൻ പോവുകയാണ്, പിടിച്ചെടുക്കാൻ പോവുകയാണ്. 25,000 സൈനികരുണ്ട്. യുദ്ധപ്പടയും യുദ്ധ സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന തരത്തിലായിരുന്നു. ഇത് ഒരു വലിയ വിഷയമായിട്ട് അവസാനിക്കും എന്നുള്ളൊരു മുന്നറിയിപ്പ് വാഗ്നർ ഗ്രൂപ്പിൻ്റെ തലവന് കിട്ടുകയും ചെയ്തു. നിങ്ങൾ റഷ്യയുടെ തലസ്ഥാന നഗരിയുടെ ഏതാനും 100 കിലോമീറ്റർ ഇപ്പുറം പോലും എത്താൻ വേണ്ടി സാധിക്കില്ല. മൊത്തത്തിൽ ഇല്ലാതാവുന്നൊരു സ്ഥിതി ഉണ്ടാവും. അതുകൊണ്ട് ഒരു വെടിനിർത്തൽ ഉണ്ടാക്കുന്നതാണ് ഉചിതം എന്ന് പറഞ്ഞു. ആദ്യഘട്ടത്തിലൊന്നും പ്രകോഷൻ അത് അംഗീകരിച്ചിട്ടില്ലെങ്കിലും പിന്നീട് മൊത്തത്തിലൊരു മരണകാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കീഴടങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ റഷ്യയുടെ സൈനികർക്ക് മുമ്പിൽ കീഴടങ്ങുക എന്നുള്ളതല്ല, ആ യുദ്ധ സംവിധാന കാര്യങ്ങൾ ആ രാജ്യത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ റഷ്യയുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു രാജ്യത്തിലേക്ക് ഈ ആയുധങ്ങളും ഈ സൈനികരെയും കടത്തി എന്നുള്ളതാണ് അന്നത്തെ റിപ്പോർട്ട്. പിന്നീട് നടന്നിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹവുമായിട്ട് ഒരു വെടിനിർത്തൽ കരാർ, ഒരു ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് വാഗ്നർ ഗ്രൂപ്പിൻ്റെ തലവനെയും 4 സൈനികരെയും റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മോസ്കോയിലേക്ക് ചർച്ചയ്ക്ക് വിളിച്ചു. അദ്ദേഹം നേരിട്ടാണോ അല്ലാതെയാണോ ചർച്ച നടത്തിയത് എന്നതിനെക്കുറിച്ച് വിവരങ്ങളൊന്നും ഇല്ല. ഏതായിരുന്നാൽ ചർച്ചയ്ക്ക് ശേഷം അദ്ദേഹം വന്ന സ്ഥലത്തേക്ക് മടങ്ങിപ്പോകുന്നതിൻ്റെ ഇടയിൽ 2023 ഓഗസ്റ്റ് മാസത്തിൽ അദ്ദേഹം സഞ്ചരിച്ച 7 പേരുള്ള വിമാനത്തിന് മിസൈൽ ആക്രമണം നടത്തുന്നു. മിസൈൽ ആക്രമണത്തിൽ വിമാനം പൊട്ടിച്ചെതറുന്നു. 7 പേരും തൽക്ഷണം മരിക്കുന്നു. ഇതോടുകൂടി ഇത് മറ്റൊരു തരത്തിലേക്കുള്ള
വിഷയമായിട്ട് പ്രശ്നമായിട്ട് മാറി. അതിൽ ഇടപെടൽ നടത്തണമെന്നും അതിൻ്റെ പിന്നിൽ റഷ്യയാണ് എന്നുള്ളതും റഷ്യ എന്ന് ഉദ്ദേശിക്കുന്നത് പുടിനാണ് എന്നുള്ളതും അമേരിക്ക ആരോപിച്ചു. എന്നാൽ റഷ്യയുടെ പ്രസിഡന്റ് അതിന് വലിയ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ രാഷ്ട്ര ഭരണാധികാരികളൊന്നും അല്ല, ക്രിമിനൽ സംഘത്തിൻ്റെ തലവനാണ് എന്നതിനാൽ വല്ലാത്തൊരു താല്പര്യങ്ങളൊന്നും അമേരിക്കക്കുമില്ലായിരുന്നു. അതങ്ങനെ അസ്തമിച്ചു പോയി. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ആന്ദ്രി ഇവനോവ് കെപ്പ് എന്ന് പറയുന്ന ഒരു കമാൻഡറാണ് ഇപ്പോൾ ഈ പറയപ്പെട്ട വാഗ്നർ ഗ്രൂപ്പിനെ നയിക്കുന്നത്. ഇത് ഏതൊക്കെ 3-4 രാജ്യങ്ങളിൽ ചെതറിക്കിടക്കുകയാണ് ഇപ്പോൾ ഈ വിഭാഗം. ഇവരെ വെനിസ്വേലൻ യുദ്ധവുമായിട്ട് ബന്ധം, അതായത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇവർ കൂലി ചട്ടമ്പികളാണ്. പണം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്ന വിഭാഗമാണ് ഇവർ. അപ്പോൾ യുദ്ധസമാന സാഹചര്യം നമ്മുടെ നാട്ടിലൊക്കെ ഒരാളെ തല്ലാൻ വേണ്ടിയിട്ട് മറ്റൊരാൾക്ക് പണം കൊടുത്ത് പറഞ്ഞേക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതിന് അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരം സൈനികരും പ്രവർത്തിക്കുന്നുണ്ട്. അതിലൊന്നാണ് വാഗ്നർ ഗ്രൂപ്പ്. അപ്പോൾ അവർക്ക് പണം ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രവർത്തനങ്ങൾ അവർ ചെയ്യും. അതിന് വെനിസ്വേലയിലേക്ക് ഈ വിഭാഗം പതുക്കെ എത്തിയിട്ടുണ്ട്, അല്ലെ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്ത്. ഈ കരാർ വ്യവസ്ഥ എങ്ങനെ ഉണ്ടാക്കി എന്നൊന്നും പറയാൻ പറ്റില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ക്രൂരന്മാരാണ്, അത് ക്രിമിനൽസാണ്. എന്ത് ചെയ്യാനും അവർക്ക് ഒരു പേടിയുമില്ല, ഒരു ഭയവുമില്ല, ഒരു ദയയില്ലാത്ത വിഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അത് അമേരിക്കക്ക് സാരമായിട്ട് ബാധിക്കും എന്നുള്ളത് അമേരിക്കക്കും അറിയാം. അങ്ങനത്തെ ഒരു വലിയ വിഷയമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ 1990 കാലഘട്ടത്തിന് ശേഷം ഈ പിരിയുന്നവരെ വെച്ചാൽ ഈ പ്രഗോഷിനെ റഷ്യ കൊല്ലുന്നത് വരെ ഏറ്റവും വലിയ സൗഹൃദവും വലിയ ബന്ധവും ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. 2023 ഓഗസ്റ്റിലാണ് കൊല്ലപ്പെടുന്നത്. ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നിയൽ സൈനികരായിട്ട് ഇവർ പല രാജ്യത്തെയും പിന്തുടരുന്നു. ആഫ്രിക്കയിലും മാലി എന്ന സ്ഥലത്തും ഈ ലിബിയ എന്ന ഭാഗങ്ങളിലൊക്കെ, അതായത് ആഫ്രിക്ക കേന്ദ്രീകരിച്ചുള്ള പല രാജ്യങ്ങളും ഇവർ സജീവമാണ്. ഇവർ പതുക്കെ ഈ പണം കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്തേക്ക് എത്തും. ഇതിൽ പറയുന്ന കാര്യം ഇവർ ഒരു ക്രിമിനൽ സംഘമാണ് എന്ന് പ്രത്യേകമായി പറയാൻ കാര്യം ഈ വാഗ്നർ ഗ്രൂപ്പിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്ത രീതി നമ്മൾ നോക്കണം. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒന്ന്, ജയിലിലുള്ള പ്രതികളെയാണ് ഏറ്റവും കൂടുതൽ ഈ ഗ്രൂപ്പിലേക്ക് എടുക്കാറുള്ളത്. ജയിലിലുള്ള ഏത് തരത്തിലുള്ള പ്രതികൾ ഏറ്റവും ക്രിമിനൽ ആയിരിക്കുന്ന ആളെ കൊലപ്പെടുത്തി, അല്ല മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട്, ബലാത്കാരമായിട്ട് ബന്ധപ്പെട്ട്, മോഷണമായിട്ട് ബന്ധപ്പെട്ട് ജീവപര്യന്തമോ അല്ലെങ്കിൽ വധശിക്ഷയോ വിധിക്കപ്പെട്ട പ്രതികളെ എന്ത് ചെയ്യുന്നു, അവർ ഗവൺമെൻറ് റിലീസ് ചെയ്തിട്ട്, ഒന്നും ആരും അറിയാതെ, അത് കോടതിയിൽ നിന്ന് ഇടപെടാതെ തന്നെയാണ് റിലീസ് ചെയ്തിട്ട് സൈനിക വേഷം ധരിച്ചുകൊണ്ട് യുദ്ധത്തിന് പറഞ്ഞേക്കുന്നു. അവർക്ക് 2 രീതിയാണ്. പുറത്തിറങ്ങാൻ വേണ്ടി പറ്റി, മാത്രവുമല്ല ഈ ജീവപര്യത്തിൽ ഇളവ് നൽകും, ഒരുപക്ഷെ വെറുതെ വിടുകയും ചെയ്യും. അതിനാണ് കരാറും. ആ കരാർ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരുപാട് ജയിൽ കുറ്റവാളികളാണ് പ്രതിസ്ഥാനത്തുള്ളത്. പ്രതിസ്ഥാനത്തല്ല, ഇവരുടെ സൈനിക മേഖലയിൽ സേവനം ചെയ്യുന്നത്. മുൻ റഷ്യൻ സൈനികർ ഈ ട്രൂപ്പിലുണ്ട് എന്നാണ് പറയുന്നത്. അത് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ചേർന്നതാണ് എന്ന് ചുരുക്കം. ജയിലിൽ വെച്ചിട്ട് റിക്രൂട്ട്മെൻറ്റ് നടത്താറാണ്. അത് പ്രിഗോഷൻ നടത്തുന്നത് റഷ്യയുടെ ജയിലുകളിൽ, ഏറ്റവും ക്രിമിനൽസ് ഉള്ള ജയിലുകളിൽ ഒരു 4-5 എണ്ണം ഉണ്ട് റഷ്യയിൽ. അവിടെ പോയിട്ട് എന്ത് ചെയ്യുക, റിക്രൂട്ട്മെൻറ്റ് നടത്തുക രഹസ്യമായ രീതിയിൽ. അവിടുത്തെ സൈനികർ അറിവോടെ കൂടി തന്നെ. എന്നിട്ട് അവർ പറയും, നിങ്ങൾക്ക് ഇത്ര ശമ്പളം, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ യുദ്ധം ചെയ്യണം, അതിന് നിങ്ങൾക്ക് ഈ ശമ്പളപരമായിരിക്കുന്ന കാര്യങ്ങൾ തരും, അതിന് പുറമെ നിങ്ങളുടെ ശിക്ഷയിൽ വലിയ ഇളവും തരും, നിങ്ങൾക്ക് ആയുധങ്ങളെടുത്ത് പുറത്തും. അത് അവരെ സംബന്ധിച്ചിടത്തോളം ജയിലിൻ്റെ അകത്ത് ഇങ്ങനെ കുമിഞ്ഞുകൂടി കിടക്കുന്ന മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം പുറത്തിറങ്ങുക എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ ആശ്വാസമാണ്. കാര്യം എന്ന് പറയാം, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർ, ജീവപര്യന്ത ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർ, രാജ്യദ്രോഹ കേസിന് പിടിക്കപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാനസികാവസ്ഥ ഭയങ്കരമാണ്. അപ്പോൾ അവരാണ് അതിൽ ഉപയോഗപ്പെടുത്തുന്നത്. ശിക്ഷയിൽ ഇളവ് നൽകും എന്ന് പറയുന്ന സമയത്ത് പരമാവധി അതിലേക്ക് ആളുകൾ എത്തുകയും ചെയ്തിട്ടുണ്ട്, എത്താറുമുണ്ട്. അതുകൊണ്ടാണ് ഇവർക്ക് ദയാകാരുണ്യം എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല. ക്രിമിനൽസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് ഉണ്ടാവാറില്ല. മതപരമായോ രാഷ്ട്രീയമായിട്ടോ സാമൂഹ്യപരമായിട്ടോ ഒരു ബന്ധവും ഒരു പാശ്ചാത്തലവും ഇല്ലാത്ത, അവരുമായിട്ടൊരു പ്രതിബദ്ധതയും ഇല്ലാത്ത വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർ ക്രിമിനലായിട്ട് മാറുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇപ്പോൾ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. യഥാർത്ഥത്തിൽ ഇവരെ എന്ത് ചെയ്യണം, ഇവർ സംഘം ചേർന്നുകൊണ്ട് മറ്റ് രാജ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കൂലിപ്പണി എടുക്കുന്ന തരത്തിൽ വെനിസ്വേലയ്ക്ക് വേണ്ടി ഇത്തരം ആളുകൾ എത്തിയിട്ടുണ്ട് എന്ന് സംശയിക്കുന്നു. അത് എത്ര പേര്, എങ്ങനെ, എവിടെ വെച്ച് എന്നതിനെക്കുറിച്ച് യാതൊരു റിപ്പോർട്ടും പുറത്തു വന്നിട്ടില്ല. അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലാവിധ ഇൻ്റലിജൻസ് സംവിധാനവും വളരെ രഹസ്യമായ രീതിയിൽ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവർ ഈ ചെയ്യപ്പെടുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് എന്ത് രീതിയിലുള്ള ആക്രമണമാണെങ്കിലും നടത്താം. ഈ ട്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകത, റഷ്യയിലെ ഏറ്റവും വലിയ അത്യാധുനികമായിരിക്കുന്ന ആയുധങ്ങൾ കൊണ്ട് ഇവരെ പരിശീലനം ചെയ്യിപ്പിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് ഏത് ആയുധങ്ങൾ എങ്ങനെ ഏത് സമയത്ത് പ്രയോഗിക്കണം, ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്ന് വളരെ കൃത്യമായ രീതിയിൽ അറിയാവുന്ന വിഭാഗമാണ് ഈ പറയപ്പെട്ട വാഗ്നർ ഗ്രൂപ്പ്. ഇവരവിടെ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ആയുധപരമായ രീതിയിൽ റഷ്യ സഹായിക്കും, റഷ്യയല്ല ഇറാൻ സഹായിക്കും, പ്രതിരോധ സംബന്ധമായ രീതിയിൽ ചൈനയും റഷ്യയും സഹായിക്കും. പിന്നെ ഇത് പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ ട്രൂപ്പ് അവിടെ പ്രവർത്തിക്കുകയും ചെയ്യും. അത് വലിയ രീതിയിലുള്ള നാശങ്ങൾ അമേരിക്കക്ക് ഉണ്ടാക്കും എന്നുള്ളൊരു ഭയപ്പാട് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കയിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.